ഇറാനിൽ ഒളിച്ച ഹമാസ് നേതാവിനെ അവിടെ ചെന്ന് പണികൊടുത്തത് മൊസാദ് തന്നെയെന്ന് സൂചനകൾ. ഇതുവഴി ഇസ്രായേൽ തങ്ങളുടെ ചാര സംഘടനയുടെ കരുത്ത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടപ്പോൾ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഒരിക്കൽ കൂടി തങ്ങളുടെ ശക്തി ലോകത്തിന് മുൻപിൽ തെളിയിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ 1200 പേരെ കൊല്ലുകയും 250ഓളം പേരെ ബന്ദികളാക്കുകയും ചെയ്ത ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു. ഗാസയിൽ ഏകപക്ഷീയമായ യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ 7 ആക്രമണത്തെ തുടർന്ന് ഹനിയെയും മറ്റുള്ളവരെയും കൊല്ലുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞയെടുത്തിരുന്നു. ആവർത്തിച്ചുള്ള അന്താരാഷ്ട്ര അഭ്യർത്ഥനകൾക്കും പലസ്തീനിലെ യുദ്ധം നിർത്താൻ ഇസ്രായേൽ തയ്യാറാകാത്തതിന്റെ പിന്നിൽ ഹമാസിന്റെ നേതാക്കളെ ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ചില ഉദ്യോഗസ്ഥർ കൊലപാതക വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതൊഴിച്ചാൽ സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല. എന്നാൽ മുൻപും തങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് നടത്തുന്ന കൊലപാതകങ്ങളെ കുറിച്ച് ഇസ്രായേൽ അഭിപ്രായം പറയാറില്ല. ഇസ്രായേലിന്റെ ശത്രുക്കളെ ലോകമെമ്പാടും കൊന്നൊടുക്കിയ ചരിത്രമുള്ള ഏജൻസിയാണ് മൊസാദ്. ആസൂത്രണത്തിലെ കൃത്യതയാണ് അവരെ മറ്റുള്ള ഏജൻസികളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി എത്ര റിസ്ക് എടുക്കുന്നതിനും അവർ മടിക്കാറില്ല. 1972 ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോയ 6 പരിശീലകരും 5 അത്ലറ്റ്സുകളും ഉൾപ്പെടെ 11 ഇസ്രായേലികളെ കൊലപ്പെടുത്തിയ മ്യൂണിച്ച് ഒളിമ്പിക് ഭീകരാക്രമണത്തിന് ശേഷം മൊസാദ് കൊലപാതക പരമ്പര തന്നെ നടത്തി ഖ്യാതി നേടി. അന്ന് 5 ആക്രമികളെ സംരക്ഷണ സേന വധിച്ചു. പിന്നീട് ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരെയും മൊസാദ് വേട്ടയാടി. ഈ സംഭവത്തിന് ശേഷം ഇസ്രായേലിന്റെ പല ശത്രുക്കളെയും മൊസാദ് രഹസ്യമായി ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇറാനിൽ വെച്ച് നടന്ന ആക്രമണം തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നും ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കണമെന്നുള്ള ഭീഷണി ഇറാൻ മുഴക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ സായുധ ശേഷിയെ വെല്ലാനുള്ള കരുത്തൊന്നും ഇന്നത്തെ ഇറാനില്ല. ഇസ്മായിൽ ഹനിയയുടെ മരണത്തോടെ ഹമാസ് എന്ന സംഘടനയുടെ അന്ത്യമാകുമോ അതോ വർദ്ധിത വീര്യത്തോടെ വീണ്ടും പോരാട്ടം തുടരുമോ എന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്.